ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫേക്ക് ക്യാമറ മൂവ്മെൻറ്റ്സ് പ്രീമിയർ പ്രോയിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ്. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നോട്ടിഫിക്കേഷനും ഇനേബിൾ ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ഗിംബലിലൊക്കെ ഷൂട്ട് ചെയ്യാറുള്ള ഇതുപോലത്തെ മൂവ്മെൻറ്റ്സ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ. നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ്. നമുക്കിത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എഫക്ട്സ് കൺട്രോൾ പാനൽ ഓപ്പൺ ആക്കാം. അതിനുശേഷം വീഡിയോ ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പോവാം. എന്നിട്ട് സ്കെയിൽ 115 സെറ്റ് ചെയ്യാം. അതിനുശേഷം അവിടെ സ്കെയിലിൻ്റെ കീ ഫ്രെയിമും ആഡ് ചെയ്യാം. അതിനുശേഷം റൊട്ടേഷൻ -3 സെറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു കീ ഫ്രെയിമും കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വീഡിയോ ക്ലിപ്പിൻ്റെ എൻഡ് പോയിന്റിൽ പോവാം. എന്നിട്ട് അവിടെ നമ്മൾ സ്കെയിൽ 150 സെറ്റ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു കീ ഫ്രെയിമും ആഡ് ആവും. സ്കെയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് റൊട്ടേഷൻ 10 സെറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് അവിടെയും ഒരു കീ ഫ്രെയിം ആഡ് ആവും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫേക്ക് ക്യാമറ മൂവ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കിനി അടുത്ത് സൂം ഇന്ന് അതുപോലെ സൂം ഔട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിനി സൂം ഇൻ മൂവ്മെൻറ്റ് ചെയ്യിക്കാനായിട്ട് നമ്മൾ എഫക്ട്സ് കൺട്രോൾ പാനൽ എടുക്കുക. അതിനുശേഷം സ്കെയിലിൻ്റെ ഒരു കീ ഫ്രെയിം അവിടെ ആഡ് ചെയ്യാം. അതിനുശേഷം വീഡിയോൻ്റെ എൻഡ് പോയിന്റിൽ പോവാം. എന്നിട്ട് അവിടെ സ്കെയിൽ 130 കൊടുക്കുക. അപ്പോഴത്തേക്ക് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കീ ഫ്രെയിമും കൂടെ ആഡ് ആവും. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് സൂം ഔട്ട് മൂവ്മെൻ്റ് ആണ് വേണ്ടതെങ്കിൽ എഫക്ട്സ് കൺട്രോൾസിൽ സ്കെയിലിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ നേരത്തെ കൊടുത്ത് 100ഉം അതുപോലെ എൻഡ് പോയിന്റിൽ 130 ആണ് കൊടുത്ത്. അത് നമ്മൾ നേരെ തിരിച്ചു കൊടുക്കും. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 130ഉം എൻഡ് പോയിന്റിൽ 100ഉം കൊടുക്കും. എന്നാൽ മാത്രമേ നമുക്ക് സൂം ഔട്ട് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. ഇനി നമുക്ക് അടുത്ത് അങ്ങനെ പാനിങ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സ്ലൈഡിങ് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് ഈ ക്ലിപ്പ് ആദ്യം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിനി ഇത് മൂവ്മെൻറ്റ് ചെയ്യിക്കാനായിട്ട് എഫക്ട് കൺട്രോൾസ് എടുക്കുക. അതിനകത്ത് സ്കെയിൽ ഒരു 120 സെറ്റ് ചെയ്യാം. അതിനുശേഷം പൊസിഷനിൽ നമ്മുടെ വീഡിയോ ക്ലിപ്പ് റൈറ്റ് സൈഡിലേക്ക് എത്രത്തോളം മൂവ് ചെയ്യിക്കാൻ പറ്റുമോ അത്രത്തോളം മൂവ് ചെയ്യിക്കുക. എന്നിട്ട് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരെ വീഡിയോ ക്ലിപ്പിൻ്റെ എൻഡ് പോയിന്റിൽ പോവാം. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മാക്സിമം എത്ര മൂവ് ചെയ്യാൻ പറ്റുമോ അത് മൂവ് ചെയ്യാം. അപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ആവും. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്ക് പാൻ ചെയ്യുന്ന പോലെയാണ്. നമുക്കിനി ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് പാൻ ചെയ്യുന്ന പോലെ ചെയ്യാനായിട്ട് നമ്മൾ എൻഡ് പോയിന്റിൽ കൊടുത്ത കീ ഫ്രെയിമും സ്റ്റാർട്ട് പോയിന്റിലും അതുപോലെ സ്റ്റാർട്ട് പോയിന്റിൽ കൊടുത്ത കീ ഫ്രെയിം എൻഡ് പോയിന്റിലും കൊണ്ടുവെക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പാൻ ചെയ്യുന്ന മൂവ്മെൻറ്റും കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഫേക്ക് ക്യാമറ മൂവ്മെൻറ്റ്സ് പ്രീമിയർ പ്രോയിൽ ക്രിയേറ്റ് ചെയ്ത്. ഇതുപോലുള്ള കുറേ കോമ്പിനേഷൻസും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് കുറേ തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.